ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആരൊക്കെയാ? ഒരറ്റത്ത് സുരേഷ് ഗോപി, ഒരറ്റത്ത് ഗണേഷ് കുമാർ. മലയാളികൾക്ക് ഈ രണ്ട് പേരെയും സിനിമാ നടന്മാർ എന്നുള്ള രീതിയിലാണ് കൂടുതൽ പരിചയമുണ്ടാവുക. ഗണേഷ് കുമാറിനെ പിന്നെ കുറച്ചധികം കാലമായിട്ട് പൊളിറ്റീഷ്യൻ കം ഫിലിം ആക്ടർ എന്നുള്ള രീതിയിലാണ് മലയാളികൾക്ക് പരിചയമുണ്ട്. ഒരു സ്റ്റാർഡത്തിൽ നിന്നിരുന്ന ഒരു സിനിമാക്കാരനായ പൊളിറ്റീഷ്യൻ എന്നുള്ള ലേബിളിൽ ഏറ്റവും വലിയ സ്റ്റാർഡം ഉള്ളത് നമ്മുടെ ഗണേഷ് കുമാറിനായിരുന്നു കുറച്ചധികം കാലമായിട്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു കടന്നു വരവോട് കൂടിയിട്ട് ആ സ്റ്റാർഡമാണ് പോയി കിട്ടി ഗണേഷ് കുമാറിന്. പിന്നെ ഗണേഷ് കുമാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഫാമിലി വിഷയങ്ങളൊരു തലയ്ക്ക് വേറെ ഉണ്ട്. അതല്ലാതെ പേഴ്സണൽ ലൈഫിൽ തന്നെ മുൻ ഭാര്യ, പിന്നെ അങ്ങോട്ട് സരിത വരെയുള്ള കുറേയധികം കോൺട്രവേഴ്സീസ്, അങ്ങനെ കുറേ സംഗതികൾ ഗണേഷ് കുമാറിൻ്റെ പേരിലുള്ളത് കൊണ്ട് ഒരു ക്ലീൻ ചീറ്റല്ല ഗണേഷ് കുമാർ എന്നുള്ളത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് സുരേഷ് ഗോപിക്ക് ഈ അടുത്ത കാലം വരെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമേജ് സുരേഷ് ഗോപിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൻ്റെ കാര്യത്തിൽ. പൊളിറ്റിക്കൽ സംഗതി അത് വേറെ, കുറേ ഗിമിക്കും മറ്റതും മറിച്ചൊക്കെ ആയിട്ട് ആളിപ്പോൾ കംപ്ലീറ്റ്ലി എയറടിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത്. അങ്ങേരിങ്ങനെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് പല ഡയലോഗുകളും പലരോടും ചോദിച്ച് മുന്നേറിപ്പോയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ കോൺട്രവേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപിയുടെ ഒരു തൊപ്പി, പോലീസ് തൊപ്പി. സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു. ഭരത്ചന്ദ്രൻ ഇറങ്ങിപ്പോയോ എന്ന് അറിയില്ല. അബദ്ധം പറ്റിയത് തൃശ്ശൂർക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് മന്ത്രി KB ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാനിടയായ സംഭവം നടക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശീതീകരിച്ച മുറിയും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് കുറേ BJPക്കാർ അവിടെ നിന്ന് എന്തൊക്കെയോ ഒച്ചയും മുളി ഉണ്ടാക്കി മൂപ്പരെടുത്ത് പോയി. മൂപ്പർക്കൊരു സ്പേസ് കിട്ടി. അവിടെ എന്തായി, KB ഗണേഷ് കുമാർ അങ്ങോട്ട് ആളായി. അത് കഴിഞ്ഞിട്ട് പത്രമാധ്യമങ്ങൾ വന്ന സമയത്ത് ചോദിച്ചിരുന്നു, എന്താണ് വിഷയം? സുരേഷ് ഗോപി നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള പത്രമാധ്യമങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ച സമയത്താണ് ഇദ്ദേഹം തൊപ്പിക്കഥ പറയുന്നത്. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഭരത്ചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ പുറയിലേ, കാറിൻ്റെ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് SP പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ച്. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ പറയാനുള്ളൂ. ഇറങ്ങിപ്പോയോ കയറി വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാൻ. ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനാണ്. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്. ഇപ്പം എന്താണെങ്കിലും തൊപ്പി, ഭരത്ചന്ദ്രൻ തൊപ്പി വിവാദം ഇവിടെയാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് ഈ ഒരു തൊപ്പിയെക്കുറിച്ചുള്ള പരാമർശം ഗണേഷ് കുമാർ നടത്തുന്നത്. തൊപ്പിയുടെ പരാമർശം വന്നതോട് കൂടിയിട്ട് നേരെ ഇത് സംഘ് പരിവാർ ടീമുകൾ ഏറ്റെടുക്കുകയും ഈ തൊപ്പി റിലേറ്റഡ് ആയിട്ട്, ഓഹോ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലേ, ഇന്നാ കാണിച്ചു കൊടുക്കാം, ആ തൊപ്പി ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ എന്താണ് ചെയ്തത്, സുരേഷ് ഏട്ടൻ എത്ര വിലപ്പെട്ടതാണ് ആ തൊപ്പി എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് ഇറങ്ങിയ മെഹു മൂസ എന്നുള്ള സിനിമയുടെ ഇൻ്റർവ്യൂ ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ആ ഒരു ഗെറ്റപ്പിലാണ് ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അങ്ങേര് കൊടുത്തിട്ടുള്ളത്. അതിൽ അങ്ങേര് ഈ തൊപ്പിയെക്കുറിച്ച് പറയുന്നുണ്ട്. കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എൻ്റെ കയ്യിലില്ല. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴയിൽ, അവനെ കാണാൻ പോയപ്പോൾ അവൻ്റെ തലയിൽ.
ഓക്കെ, അപ്പോൾ ഒരു സാഡ് BGM ഒക്കെ കയറ്റിയിട്ട് കുറേ കാവിപ്പട മറ്റേ പട എന്ന് പറഞ്ഞ പേജുകളൊക്കെ പാടെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ തൊപ്പിയാണല്ലോ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതും തൊപ്പിയുടെ വിഷയമാണല്ലോ അറിയേണ്ടത്. അപ്പോൾ തൊപ്പി സാധനം പൊക്കിക്കൊണ്ടുവന്നു. അപ്പോൾ സുരേഷ് ഗോപി ഷെഫീഖ് എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി, ഈ കേസ് 2013-14 ആ ടൈമിൽ നടന്ന കേസാണ്. രണ്ടാനമ്മയും അച്ഛനും കൂടിയും അരയ്ക്ക് കീഴ്പ്പെട്ട് അടിച്ച് ഭയങ്കരമായി ദ്രോഹിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. ഷെഫീഖ് എന്നാണ് പേര്. ഇപ്പം അടുത്ത് ഒരു 2024 ഡിസംബറോട് കൂടിയിട്ട് ഈ രണ്ടാനമ്മയ്ക്കും അച്ഛനും പിഴ അടക്കമുള്ള തടവ് ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 10 വർഷത്തിനൊക്കെ ശേഷമാണ് ആ ഒരു വിധി വരുന്നത്. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂസിൽ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ തപ്പി നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ അന്ന് സുരേഷ് ഗോപി ഈ കൊടുത്ത തൊപ്പി ആ കുട്ടിക്കാണ് കൊടുത്തത് എന്ന് ഇവൻ പറയുന്ന പോലെ, അതായത് ഗണേഷ് കുമാർ പറയുന്ന പോലെ ഒരു അല്പനല്ല സുരേഷ് ഗോപി എന്നുള്ളതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ എലമെൻറ്റുകൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടെന്ന് നാട്ടുകാരുടെ മുന്നിൽ സാഡ് BGM സാധനമൊക്കെ ഇട്ട് കാണിക്കാൻ തുടങ്ങി. ഇപ്പം പഴയ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നിവിടെ പ്ലേ ചെയ്യാം. ഷഫീഖിനോട് ഇഷ്ടപ്പെട്ട സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യമെത്തുന്ന മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ ആംഗ്യവുമാണ്. ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കാണാനെത്തി. IG എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമ്മാനമായി നൽകി. വളരെ ചങ്കൂറ്റത്തോടെ ഹൃദയവിരിവോടുകൂടി നിൽക്കുന്ന ഒരു ഷഫീഖിന് ഈ തൊപ്പി നയിക്കും. പോരാത്തതിന് ഷഫീഖിന് ഇഷ്ടപ്പെട്ട ആക്ഷനും ഡയലോഗും. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമ നാറുകൾക്കേ ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല, ഓർത്തോ. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പിന്നെ കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിറന്നാൾ കേക്ക് മുറിച്ചു. ഒടുവിൽ ആര്യരാരം പാടി ഷഫീഖിനെ കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആ തൊപ്പി ഷെഫീഖ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കയ്യിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ന്യൂസിൽ പറയുന്ന IG എന്ന് പറഞ്ഞ സിനിമയിലുള്ള തൊപ്പിയാണ് ആ കൊടുത്തതെന്നാണ്. IG എന്നുള്ള ഒരു പോലീസ് സിനിമ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ പറഞ്ഞത് അത് IG സിനിമയല്ല, കമ്മീഷണറുള്ള ഭരത്ചന്ദ്രൻ ഇട്ട തൊപ്പിയാണെന്നാണ്. എന്താണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കമ്മീഷണറാണെങ്കിലും IG ആണെങ്കിലും ഒക്കെ 2013-14 സമയത്ത് ഇറങ്ങിയ സിനിമകളല്ല. ഒന്ന് 90-ലും എനിക്ക് തോന്നുന്നത് 2008-2009 കണ്ടാണ് IG ഇറങ്ങിയത്. ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇറങ്ങിയ സിനിമകളാണ്. അപ്പോൾ 2013-14 സമയത്ത് ഈ തൊപ്പി എടുത്ത് വെച്ച് ആ കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിൻ്റെ എല്ലാ സിനിമകളിലും ഇതേപോലെ ഉപയോഗിക്കുന്ന തൊപ്പിയോ യൂണിഫോമോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവണം. IG 2009-ലാണ് ആൻഡ് കമ്മീഷണർ 1994-ലാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ആസ് പെർ ദി ന്യൂസ് അത് IG സിനിമയിലെ തൊപ്പിയാന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അല്ല സുരേഷ് ഗോപി ഇപ്പോൾ ഇത് കമ്മീഷണർ സിനിമയിലെ തൊപ്പി എടുത്തു വെച്ച് കൊടുത്തതാണെങ്കിലും എന്താണെങ്കിലും ആ തൊപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്, തൊപ്പി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആൻഡ് ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ഈ തൊപ്പി ഗണേഷ് കുമാർ കളിയാക്കാനും തമാശയ്ക്കും ഒരു അല്പനാന്ന് കാണിക്കാൻ പറഞ്ഞതാണെങ്കിലും 1994 ഇറങ്ങിയ ഒരു സിനിമയുടെ തൊപ്പി 2014 വരെ കൊണ്ട് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് അത്രയും വാല്യൂബിളാണ്, ആ ക്യാരക്ടർ അത്രയും വാല്യൂബിളാണ്, അല്ലെങ്കിൽ അത് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിന് വ്യക്തമാണ്. പക്ഷെ അതിൽ വേറെ സീനുണ്ട്. ഗണേഷ് കുമാർ പറഞ്ഞ സാധനം തമാശയ്ക്കാണെങ്കിൽ പോലും ഈ തൊപ്പി സ്വന്തം വണ്ടിയുടെ ബാക്കിൽ ചില്ലിൽ വെച്ച് പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ ഒരു അല്പത്തരം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നിയമപരമായിട്ട് തെറ്റാണ്. അങ്ങനെ സീൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യത്തിൽ ഇതുവരെയായിട്ട് സുരേഷ് ഗോപി ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. ഓക്കെ, സുരേഷ് ഗോപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കുറേ BJP പ്രവർത്തകർ ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് തൊപ്പി പ്രശ്നവും പറഞ്ഞ് ജാതിയും വിളിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ജാഥ വിളിച്ച് പോകുന്ന BJP പ്രവർത്തകരാണ്. ഈ ഇഷ്യൂ കുറേയാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ, ഈ വിഷയം കുറേയാണ്ട് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ചെയ്ത കാര്യം അത്ര ശരിയല്ലാത്തത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് തന്നെ അത് വട്ടം വലിഞ്ഞ് പണി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ IG-യിൽ ഉപയോഗിച്ച തൊപ്പിയാണെങ്കിലും കമ്മീഷണറിന് ഉപയോഗിച്ച തൊപ്പിയാണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും ഈ സംഗതി പ്രദർശിപ്പിച്ച് സ്വന്തം വണ്ടിയിൽ പോകുന്നത് തെറ്റ് എന്നുള്ളൊരു സ്കീം ഇതിനകത്തുണ്ട്.
അപ്പോൾ ഗണേഷ് കുമാർ ഇട്ട് തന്ന നൂലിൽ നിങ്ങൾ പിടിച്ച് എന്താ പറയുക, ഇപ്പോൾ BJP പ്രവർത്തകർക്ക് മറ്റേ സംഗതിയാണ്, എന്തെങ്കിലും ഇങ്ങോട്ട് കാണിച്ചല്ലേ പറ്റൂ. എമ്പുരാനും കൂടി അങ്ങോട്ട് ആയപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിക്ക് ചാടി പിടിച്ചറിയാം. അപ്പോൾ എന്ത് കിട്ടിയാലും അതിൻ്റെ മുകളിൽ പിടിച്ച് 10 ജൈവിളിയും വിളിച്ച് നാട്ടുകാരെ 2 തെറിയും പറഞ്ഞത്, കൈ കിട്ടിയ ഒരു പോലീസുകാരിയാണെന്ന് നോക്കാതെ അവരെയും കയറി പിടിച്ച് ആ അവസ്ഥയിലൊക്കെ പോവുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. അഴിച്ചു വിട്ടിരിക്കുകയാണ് അവരെ. അപ്പോൾ അവർക്ക് ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിലിപ്പോൾ ഇയാൾ പറഞ്ഞതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ കയറി പിടിച്ച് സുരേഷ് ഗോപി നമ്മളെ ഗോപിച്ചേട്ടൻ പാവമായിരിക്കാം, പേഴ്സണലി അയാൾ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ അയാളുടെ രാഷ്ട്രീയം അയാൾ ഇപ്പം കാണിക്കുന്ന ഗിമിക്കുകളൊക്കെ എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ആവുന്നില്ല. ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി അയാൾ കാണിക്കുന്ന ഒരു ഗിമിക്കും എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, പ്രത്യേകിച്ച് മീഡിയാസിനോട് കണക്ക് പുറത്തു നിന്നുള്ള പരിപാടിയൊക്കെ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഓൾറെഡി എയറിലാണ്, നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. കൂട്ടത്തിൽ ഇപ്പോഴും മീഡിയനൊക്കെ നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കുന്ന ഈ വ്യക്തിയും കൂടി ആകുമ്പോൾ നടക്കൂലേ. ഓക്കെ, അപ്പോൾ ഇതൊരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോൾ പ്രവർത്തകർ വീണ്ടും ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് ജാഥയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഗണേഷ് കുമാറിനോട് വീണ്ടും ചോദിച്ചു, എന്താപ്പോൾ വിഷയം, തൊപ്പി പ്രശ്നം കുറച്ച് കത്തിയില്ലോ, എന്താ ഇപ്പം പറയാനുള്ളത്? ഇപ്പം പറയുന്നത് കേട്ടോ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചു. തൊപ്പിയുള്ളത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമിട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത്. നിങ്ങളിൽ തന്നെ എൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ ചില മാധ്യമങ്ങളിൽ ആഘോഷമായ പരിപാടി കൊടുത്തിരുന്നു അന്ന് ഈ പരിപാടി പങ്കെടുക്കുന്നത് പോലീസ് വേഷം ഓർമ്മയില്ലേ? അത് ആ ക്ലിപ്പിങ്സ് ഒക്കെ കാണും. അത് ഇല്ലീഗലാണ്, അത് ഇല്ലീഗലാണ്. അറിയണം, ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞതിനിപ്പം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു. ആ തൊപ്പി ആരോ പാവെന്ന് കൊടുത്തു. എന്തിനാ ഈ തൊപ്പി, വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാ? അത് തൊപ്പി വെച്ച് ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പറയുമ്പോൾ ആ തൊപ്പി അവിടെ കൊടുത്തു, ആ തൊപ്പി ലേലത്തിൽ വെച്ചു, ലേലത്തിൽ വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സയ്ക്ക് കൊടുത്തു, എന്നാൽ ലേലത്തിൽ വയ്ക്കാത്തത്. പക്ഷേ നമ്മൾ പറയും, സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടിട്ടുണ്ട്, സത്യമോ എന്ന് പറഞ്ഞില്ല. ഒരു ആപ്പിൾ അവർ കടിച്ചു, ആ കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ച് വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിലൊന്നും പറഞ്ഞു. അതുപോലെ ഇതും ലേലത്തിൽ വയ്ക്കാനുണ്ട്, ഇച്ചിരി ഇമ്പാക്ട് ഉണ്ടാക്കാൻ. ഇനി ഉണ്ടെങ്കിലും ആ തൊപ്പി വന്നാൽ നമുക്ക് ലേലത്തിൽ വയ്ക്കാം. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു പോയി. രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടു. പത്തനാപുരത്ത് എൻ്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായി. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു, തൊപ്പിയാണോ കാര്യം? പോയി അവിടെ എത്തുന്നറിയില്ല. ഇനി അവസാനം BJPക്കാർ പ്രവർത്തകർ മണ്ടന്മാർ ഇനി ലാസ്റ്റ് നമ്മുടെ തൊപ്പീൻ്റെ ലൈവറിൻ്റെ തൊപ്പീൻ്റെ വീട്ടിന് മുന്നിൽ പോയി കച്ചവടം, തൊപ്പിയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തൊപ്പിയാണോ പ്രശ്നം, എന്നാൽ തൊപ്പിയെ മോനെ ശ്രദ്ധിച്ചോ, പുറത്തിറങ്ങുമ്പോൾ BJPക്കാർ ഹാലിളകിക്കുകയാണ് തൊപ്പീൻ്റെ പിന്നാലെ. ലാസ്റ്റ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് ആരാ എന്താണെന്നൊന്നും നോക്കില്ല, അന്നെ പിടിച്ചിട്ട് പൂട്ടും ചിലപ്പോൾ അവർ, പറയാൻ പറ്റൂല. അമ്മാതിരി അവസ്ഥയപ്പോൾ BJPക്കാർക്ക്. തൊപ്പിക്ക് വേണ്ടിയിട്ടാണ് ഒരു സമരം ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങേര് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ ഈ പോലീസ് യൂണിഫോം ഇട്ടിട്ട് ഒരു സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സുരേഷ് ഗോപി ഇറങ്ങിപ്പോയി ഒരു ഉദ്ഘാടനം ചെയ്തു, അത് വൻ വിവാദമായി എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയ സമയത്ത് കിട്ടിയില്ല. പക്ഷെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനലിൽ 1 വർഷം മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്ത് സൂപ്പർ സ്റ്റാറായ ഒരു നടന് പിന്നീട് ആ പോലീസ് യൂണിഫോം തന്നെ ഒരു പണി കൊടുക്കുകയാണ്. പണി കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് തന്നെയാണ്. സംഭവം നടക്കുന്നത് 2008-ലാണ്. എറണാകുളത്ത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. സുരേഷ് ഗോപിയാണെങ്കിൽ ആ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു പോലീസ് വേഷവും. അന്ന് തന്നെയാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ജനമൈത്രിയാക്കിയതും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതും. ഉദ്ഘാടനം നിർവഹിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. ഷൂട്ടിംഗ് നിർത്തിവെച്ച് ആ ഇടവേളയിൽ അദ്ദേഹം കോസ്റ്റ്യൂമും മേക്കപ്പും അഴിക്കാതെ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. തിരിച്ച് ആ സിനിമയിൽ ജോയിൻ ചെയ്യേണ്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹം സിവിൽ ഡ്രസ്സിൽ വരാതെ പോലീസ് വേഷത്തിൽ തന്നെ ഇറങ്ങിയത്. കണ്ടുനിന്ന ഒരാൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. പോലീസ് അല്ലാത്ത ഒരാൾ പോലീസ് യൂണിഫോം ഇട്ട് പുറത്തിറങ്ങുകയും പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മറ്റേതെങ്കിലും നടന്മാർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ. അപ്പോൾ സംഗതി ഉള്ളത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഡേറ്റും ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, 2008, 2009 ആ ടൈമിൽ തന്നെയാണ് IG എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. സോ അതിൻ്റെ ഷൂട്ടിങ്ങോ അതിൻ്റെ ആ ഒരു ടൈമിലോ ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു പരിപാടി ഇങ്ങനെ ഒപ്പിച്ചു വെച്ചത്. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങളിൽ പറ്റങ്ങട്ട് എന്താ പറയുക, ഒരു BJPക്കാർ സമരം വിളിച്ച് ഗണേഷ് കുമാറിൻ്റെ പിന്നാലെ കൂലെടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സുരേഷ് ഗോപി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഗണേഷ്. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അവിടെ നടക്കുന്ന ബാക്ക് സ്റ്റോറീസും അവിടെ നടക്കുന്ന കഥകളൊക്കെ ഇവരൊക്കെ കൂടുതൽ പാർട്ടിക്കാർക്ക് അറിയുന്നില്ലല്ലോ. BJPക്കാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയതാണ്.
ഇവർക്ക് ഇത് ആസ് എ നടൻ കുറച്ചധികം കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ പിന്നാലെ വണ്ടിയും വലിയായിട്ട് ഇത് സുരേഷ് ഗോപിൻ്റെ തലയ്ക്ക് ഈ BJP-കാരെല്ലാവരും കൂടി ഇത് വിളിച്ച് കോലും വിളിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗണേഷ് കുമാറിന് പോകാനൊന്നുമില്ല. ഗണേഷ് കുമാർ അത്ര ക്ലീൻ ചീട്ടൊന്നുമല്ല. ഓക്കെ, ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ഒരുപാട് അലിഗേഷൻസ്, സ്ത്രീകളുള്ളതാണെങ്കിലും ഇടി കിട്ടിയ ഫോട്ടോ അടക്കം പുറത്തു വന്നുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. മാൻ അഭിമാനമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അയാൾക്ക് പറഞ്ഞിട്ട് ഒരു വിഷയമില്ല, അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഗണേഷ് കുമാർ, സുരേഷ് ഗോപി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനങ്ങൾ പോകുമ്പോൾ, സുരേഷ് ഗോപി സൈലൻ്റാണ്. ഇനി പുറത്ത് പത്രമാധ്യമങ്ങൾ അദ്ദേഹം കാണുമെന്നറിയില്ല, തമ്പുരാനല്ലേ. ഇനി അതോ വേറെ എവിടെയെങ്കിലും ടൈം കിട്ടുമ്പോൾ പറയുമെന്നും അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ വന്ന് റിപ്ലൈ ഒന്നുമില്ല. ഗണേഷ് കുമാർ എന്തായാലും കണക്കിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ടിനി ടോം ഒന്ന് ഏറിപ്പോയി. ടിനി ടോം ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് സുരേഷ് ഗോപി ഒന്ന് അനുകരിച്ചോ. അങ്ങനെ പറഞ്ഞിരുന്ന ആൾ ഇന്ന് കാലത്ത് ഞാൻ മൊബൈൽ എടുത്തോണ്ട് വരുന്നത് നിങ്ങളൊക്കെ ആരാ നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരാളുടെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ബാങ്ക് വന്നാൽ അതും കട്ടാവും. അപ്പോ എന്തായാലും തൃശ്ശൂര് ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂര് ബന്ധപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞേനെ, മിഖായിൽ എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം. അങ്ങനെ പറഞ്ഞിരുന്ന ആൾ ഇന്ന് കാലത്ത് ഞാൻ മൊബൈൽ എടുത്തോണ്ട് വരുന്നത് നിങ്ങളൊക്കെ ആരാ മാധ്യമോ? എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല. ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ അങ്ങനെയാണ് അദ്ദേഹം. ആരാണത്? പറയുന്നതിന് ആവശ്യമില്ല. അപ്പൊ ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു കടേൻ്റെ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ച ആ സാധനം സർക്കാസ്റ്റിക് ആയിട്ട് ടിനി ടോം എടുത്തിട്ട് അടിച്ച് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കംപ്ലീറ്റ്ലി സുരേഷ് ഗോപി ഊക്കി വിട്ട് ടിനി ടോം എന്ന് പറഞ്ഞ സാധനം ട്രോളും മീമുമായിട്ട് കണ്ടവനം കിടന്ന് കളിച്ചപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൂടുതലുള്ള പണി വാളിയില്ലേ ആലോചിച്ച് നോക്കി. ടിനി ടോം ഇനി വേറെ വഴിയില്ല. അപ്പം നേരെ നമ്മളെ ഹൈദരാബാദിനെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് കടയുടെ ഇരുന്ന് അവിടെ അക്ഷയ സെൻറ്റർ പോലത്തെ ഒരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്. മുകളിൽ മറ്റേ ലോൺ കൊടുക്കുന്നു, അങ്ങനെ 5 സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാമല്ലോ, ഞാൻ കണ്ട വീഡിയോയിൽ രണ്ടായിട്ട് വീഡിയോ അതായത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്കയും സുരേഷ് ചേട്ടനൊക്കെയാണ്. അപ്പോൾ ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് അന്ന് കാലത്ത് നടന്നൊരു സംഭവം, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, സുരേഷ് ചേട്ടൻ ചെയ്തൊരു സംഭവമായിട്ടാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, മിഖായിൽ എനിക്ക് വേണം, ആ സ്ഥാപനത്തിനാണ് പറഞ്ഞത്. മിഖായിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അലീനെ പോലുള്ള ആൾക്കാർ എന്നെ പോലെ ആക്കിയല്ലേ. അല്ല, ഓൺലൈൻ ഞങ്ങളെല്ലാവരും ഓൺലൈൻ അന്ന് മെയിൻ മാധ്യമങ്ങളെല്ലാം പോയി ബൈറ്റ് വെച്ചപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംഭവിച്ചു. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വന്ന കണ്ടപ്പോൾ ഞാൻ, പക്ഷെ ഇപ്പം ഇന്ന് വീഡിയോയിൽ കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. പുതുമ വേണമല്ലോ. പുതുമ വേണം. അപ്പോൾ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട്, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് കടപ്പാട്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇത് തൃശ്ശൂർക്കാരോട് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് തൃശ്ശൂർക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വളച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സുരേഷ് ചേട്ടൻ്റെ തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ചേട്ടൻ മനസ്സിലായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലടാ ഞാൻ നിന്നെ തിരിച്ചനുകരിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം സുരേഷ് ചേട്ടനുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അതങ്ങോട്ട് തേച്ച് മിനിക്ക് വെളുപ്പിച്ച് അവിടെ പറഞ്ഞതിന് ശേഷം ടിനി ടോം വിചാരിക്കും രക്ഷപ്പെട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ BJP-കാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇനി അടുത്തത് ഇതിന് വേറെ കച്ചറ ഉണ്ടാക്കും എന്നുള്ളത് പേടിച്ചിട്ടായിരിക്കണം. അങ്ങനെ ഒരു ബൈറ്റൊക്കെ കൊടുത്ത് ആളങ്ങനെ സൈഡായി. ആ ഒരു കോൺട്രവേഴ്സി അങ്ങനെ പൊങ്ങിയില്ല, എന്നാണ് ആന്നാണ് പോയി ആ വഴിക്ക്. പക്ഷേ ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങൾ സംഗതി ഉള്ളത് തന്നെയാണ്. ഓക്കെ, തൊപ്പി വെച്ചതും ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനത്തിന് പോയതൊക്കെ. അതുകൊണ്ട് BJP-കാർ പ്രവർത്തകർ അധികം അങ്ങോട്ട് ഗണേഷ് കുമാറിനെ കൂലിട്ട് ഇളക്കാൻ പോകണ്ട. കാരണം സുരേഷ് ഗോപിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പറ്റലുകൾ തന്നെയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണല്ലോ ചങ്ങായി ഉണ്ടായിരിക്കുന്നത്. തൊപ്പി ഇപ്പോൾ IG സിനിമയിലെ തൊപ്പിയാണോ അതോ കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ്റെ തൊപ്പിയാണോ? തൊപ്പി ആരുതാണെന്ന് അറിയുന്നത്, അതൊരു തൊപ്പി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗണേഷ് കുമാർ ചോദിച്ച ചോദ്യമില്ല, ഗണേഷ് കുമാർ പറഞ്ഞൊരു ഉത്തരമുണ്ട്. ആ കുട്ടിക്ക് എന്തിനു തൊപ്പി കൊടുക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളത്. അതല്ല, ആ കുട്ടിക്ക് ആസ് എ ഫാൻ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമെന്നാണ് പറയുന്നത്. ഒരു പോലീസ് ക്യാരക്ടറാണത്. സോ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കാതെ നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുന്ന പോലെയാണ്. അങ്ങനെ കൊടുത്ത ആരെങ്കിലും സുരേഷ് ഗോപി അതിപ്പോൾ ഈ കളിയാക്കാൻ മാത്രം ഇല്ല എന്നാണ് പറയാനുള്ളത്. ബട്ട്
ഇതിൻ്റെ പിന്നാലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ റോഡ് മുടക്കി ബ്ലോക്കാക്കി 10 ആൾ കൂടി ജയ്യും വിളിച്ച് നാട്ടുകാരുടെ സ്വൈര സഞ്ചാരം മുടക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ മന്ത്രീൻ്റെ വീട്ടിലേക്കാണെങ്കിലും എവിടെയാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ന്യൂസൻസ് ഉണ്ടാക്കുന്ന BJP പ്രവർത്തകരോടാണ് പറയാനുള്ളത്. നിങ്ങളെ വലച്ച് കഷ്ടവും പുച്ഛവുമാണ് തോന്നുന്നത്. ഓക്കെ, എന്ത് പറയാൻ. എന്തായാലും സുരേഷ് ഗോപിൻ്റെ പല കാര്യങ്ങളും കാണുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി തോന്നി പക്ഷേ നല്ലൊരു പേഴ്സൺ ആയിരിക്കും, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയക്കാരുടേതായിട്ടുള്ള നാടകം വളരെ കൂടുതലാണ് ഇങ്ങേർക്ക്. ഓക്കെ, പല രാഷ്ട്രീയക്കാരും നാടകം കളിക്കാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു നടനായതുകൊണ്ടാണ് തോന്നുന്നു എപ്പോഴും ഒരു ഭയങ്കര ഡ്രാമ ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും. അമ്പലത്തിൽ ചെന്നാൽ തുലാഭാരത്തിന് കയറിയിരിക്കുക, പള്ളിയിൽ ചെന്നാൽ മുട്ടിലഴയുക, പിന്നെ നോമ്പ് തുറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിസ്കരിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ നോമ്പ് തുറക്കാൻ പോയ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരുമാതിരി അതിനാടകീയത ഉള്ള ഒരു രാഷ്ട്രീയക്കാരനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്.